ഫോർട്ട് കൊച്ചി അമരാവതിയിൽ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന കടയ്ക്ക് തീപിടിച്ചു. ആളപായമില്ല. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. നിതിൻ അംബുജൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഫോർട്ട് കൊച്ചി അമരാവതിയിൽ രാത്രി 8 മണിയോടെയാണ് ആശങ്ക ഉയർത്തുന്ന തീപിടുത്തം ഉണ്ടായത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന 3 നില ഗോഡൌണിലാണ് തീപിടുത്തം ഉണ്ടായത്. പഴയ വീട്ടുപകരണങ്ങൾ, പ്രത്യേകിച്ചും ഫ്രിഡ്ജുകൾ പോലുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ ശേഖരിച്ച ഗോഡൌണിലെ തീപിടുത്തം യഥാർത്ഥത്തിൽ ആശങ്ക ഉയർത്തി. കാരണം ഈ ഗോഡൌണിന് സമീപം ജനവാസമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ വീടുകളിലേക്ക് തീ പടരുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. ശക്തമായ തീപിടുത്തമാണ് ആദ്യ മണിക്കൂറുകൾ ഉണ്ടായത്. അതിനുശേഷം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. പക്ഷേ ഇപ്പോഴും പുക ഉയരുന്നുണ്ട്. അത് നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ ഇപ്പോഴും തുടർന്നു വരികയാണ്. മട്ടാഞ്ചേരിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് ആദ്യഘട്ടത്തിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചത്. പിന്നീട് കൂടുതൽ ഫയർഫോഴ്സുകൾ സ്ഥലത്തേക്ക് എത്തുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ആശ്വാസകരമായ ഒരു കാര്യം, ഈ ഒരു തീപിടുത്തത്തിൽ മറ്റ് ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു ജനവാസ മേഖലയിൽ ഇത്തരമൊരു ഗോഡൌൺ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചോ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. കാരണം ഈ ഒരു ഫയർഫോഴ്സിനോ അല്ലെങ്കിൽ ആംബുലൻസിനോ കടന്നു വരാൻ പറ്റാത്ത വഴിയിലാണ് ഈ ഒരു ഗോഡൌൺ പ്രവർത്തിച്ചത്. എന്തായാലും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും വലിയ സഹകരണം ഈ ഒരു തീപിടുത്തമുണ്ടായ മണിക്കൂറുകളിൽ ഉണ്ടായി എന്നത് നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. കാരണം നാട്ടുകാരെല്ലാം തന്നെ ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. പ്രദേശത്തെ കൗൺസിലറാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു. അതെ ഗോഡൌൺ ഇത്തരമൊരു ജനവാസ മേഖലയിൽ എങ്ങനെ പ്രവർത്തിച്ചു? ഈ ഒരു ഗോഡൌൺ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, ലൈസൻസ്ഡ് ആയിരുന്നു. പക്ഷേ പിന്നീട് ഇവർ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തപ്പോഴേക്കും അതിൻ്റെ ലൈസൻസ് നമ്മൾ റിന്യൂ ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം അൺഓതറൈസ്ഡ് ആയെന്ന് കണ്ടിട്ട് നമ്മൾ UA ആക്കി മാറ്റിയിട്ട് ഇതിൻ്റെ ലൈസൻസ് നമ്മൾ റിന്യൂ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇവിടെ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓണർ ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. പക്ഷേ ഓണർ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തു, അവർ വീട് വിറ്റു. അപ്പോൾ അത് കാരണം UA ആയിട്ടുള്ള നടപടികളായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയായിരുന്നു. അവർ ഈ പ്രാവശ്യം ലൈസൻസ് റിന്യൂ ചെയ്യാൻ വന്നു, നമ്മൾ റിന്യൂ ചെയ്ത് കൊടുത്തിട്ടില്ല. റെഫ്രിജറേറ്റർ ഒക്കെ ആയതുകൊണ്ട് തൊട്ടടുത്ത വീടുകളിലൊപ്പം ഒരു ആശങ്കയുണ്ടായിരുന്നു, വീടുകളിലേക്ക് തീ പടരുമെന്നുള്ളത്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മുടെ ഫയർഫോഴ്സിൻ്റെ ഒരു ഇടപെടലും ജനങ്ങളുടെ ഒരു ഇടപെടലും നമ്മൾ കൃത്യമായി വിളിച്ചപ്പോൾ ഫയർഫോഴ്സ് വരികയും ഇപ്പോൾ നമുക്ക് മട്ടാഞ്ചേരി ഫയർഫോഴ്സ്, നമുക്ക് പോർട്ട് ട്രസ്റ്റ്, ദ്രോണാചാരി അടക്കം എല്ലാവരും നമുക്ക് ഫയർഫോഴ്സ് പെട്ടെന്ന് വരികയും നന്നായിട്ട് അവർ സഹകരിക്കുകയും ചെയ്തു. ജനങ്ങളുടെ നല്ലൊരു സഹകരണം ഉണ്ടായിരുന്നു. അത് കാരണം തൊട്ടടുത്ത വീടുകളിൽ എവിടെയും നമ്മൾക്ക് ഫയർ ബേസ്റ്റ് ആവേണ്ട നമുക്ക് സഹായിച്ചു. ഇതിനേറെ ആശ്വാസകരമായ ഒരു കാര്യം, കാരണം ഫയർഫോഴ്സിന്റെ സംയോജിതമായ ഇടപെടൽ മാത്രമല്ല നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ സഹകരണം, അതുകൊണ്ട് വീടുകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ഒരു ജാഗ്രത ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. അങ്ങനെ തീ പൂർണ്ണമായും നിയന്ത്രിച്ചു. ഇപ്പോൾ പുക അത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഈ മേഖലയിൽ തുടർന്നു വരികയാണ്. അപ്പോഴും ഉയർന്ന ചോദ്യം, മാനദണ്ഡം പാലിച്ച് തന്നെയാണോ ഈ കെട്ടിടം പ്രവർത്തിച്ചു എന്നുള്ളതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ എന്തായാലും നഗരസഭ കോർപ്പറേഷൻ അധികൃതർ തന്നെ പരിശോധിക്കുമെന്നും ഈ ഘട്ടത്തിൽ അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആശ്വാസകരമായി തന്നെയാണ്, തീ പൂർണ്ണമായും നിയന്ത്രിച്ചിട്ടുണ്ട്, ആളപായം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നൽകാവുന്ന വിവരം. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അനൂപിനോടൊപ്പം നിതിൻ അംബുജൻ, 24.